നമ്മൾ എവിടെ നിർത്തിയ? ഷട്ട് ഡൗൺ ഡിസിഷൻ ആയിരുന്നോ? അല്ലേ? ഹലോ. ഷട്ട് ഡൗൺ ഡിസിഷൻ ആയിരുന്നു. എന്തായിരുന്നു അതിന്റെ മീനിങ്? whether the company or firm want to shut down or closing down the business temporarily, അല്ലേ? താൽക്കാലികമായിട്ട് പൂട്ടണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ എടുക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഏതൊക്കെയാ? അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റും. അതിന്റെ മീനിങ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അഥവാ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്ന ഫിക്സഡ് കോസ്റ്റിനെ നമുക്ക് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് എന്നും, തീരെ ഒഴിവാക്കാൻ പറ്റാത്തതിനെ അൺഅവോയ്ഡബിൾ എന്നും വിളിക്കും. നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ടും ഒരു ദിവസം ഓപ്പൺ ചെയ്യേണ്ടി വരും, കാരണം ടെമ്പററി ആണ്. അപ്പോൾ റീ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള പ്രശ്നം, അതിന് അഡീഷണൽ ആയിട്ട് കുറച്ച് എക്സ്പെൻസുകൾ വരാം. അതാണ് റീ ഓപ്പണിംഗ് കോസ്റ്റ്. നമുക്ക് ഷട്ട് ഡൗൺ പോയിന്റ് കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ പണി. ഷട്ട് ഡൗൺ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അതിൽ ഫിക്സഡ് കോസ്റ്റ് എന്താണെന്ന് അറിയാം. എങ്ങനെ നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് കാണാം? അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റിൽ നിന്ന് റീ ഓപ്പണിംഗ് കോസ്റ്റ് കുറച്ചാൽ എന്ത് കിട്ടും? നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ വേറെ രൂപത്തിൽ എങ്ങനെ കാണാം? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് അൺഅവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റും റീ ഓപ്പണിംഗ് കോസ്റ്റും കൂടെ കൂട്ടിയിട്ട് കുറയ്ക്കാം. അങ്ങനെയല്ലേ? അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും? നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ഈ ക്വസ്റ്റ്യൻ ഫുൾ ആക്കിയിരുന്നു നമ്മള്. ക്വസ്റ്റ്യൻ ഫുൾ ആക്കി വെച്ചു അല്ലേ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തോ ഒരു കൊറോണ കാരണം, COVID-19 കാരണം നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സെയിൽസ് ഒക്കെ കുറഞ്ഞു. നിലവിൽ നമ്മൾ 30% കപ്പാസിറ്റിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫുൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10,000 യൂണിറ്റ് ആണ്. ഇപ്പൊ നിലവിൽ 30% കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 3000 യൂണിറ്റ് ആയിരിക്കും ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ടാവുക. ഒരു യൂണിറ്റിന് 25 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. വേരിയബിൾ കോസ്റ്റ് 18 രൂപയാണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വരുന്നത് 60,000 ആണ്. ഇവിടെ ചോദ്യം എന്താ? ഇവിടെ സ്ഥാപനം പൂട്ടണോ വേണ്ടേ എന്നുള്ള, അല്ലെ? പൂട്ടിക്കഴിഞ്ഞുള്ള പ്രശ്നം എന്താ? നമുക്ക് ഫിക്സഡ് കോസ്റ്റിൽ 35,000 സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ പിന്നെ റീ ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര രൂപ വരും? 7,000 വരുന്നല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ എന്താണ്? ഷട്ട് ഡൗൺ പോയിന്റ് കണ്ടുപിടിക്കല്ലേ? എന്നാ കൊടുക്ക്. ആൻസർ എഴുതി തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ല. താഴെ കൊടുക്ക് ഷട്ട് ഡൗൺ പോയിന്റ് ഇൻ യൂണിറ്റ്സ്. എന്താണ് അതിന്റെ ഇക്വേഷൻ? നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സി പെർ യൂണിറ്റ്. ആദ്യം നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് കാണണ്ടേ? നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കാണാം? എഴുതിച്ചോളി. നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കാണാം? അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് മൈനസ് റീ ഓപ്പണിംഗ് കോസ്റ്റ്. അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് അതിൽ തന്നിട്ടില്ലേ? കൂട്ടുകയാണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് അവിടെ തന്നിട്ടില്ലേ? 35,000. അത് എന്ത് കുറയ്ക്കുക? റീ ഓപ്പണിംഗ് കോസ്റ്റ് കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 28,000 വരുന്നുണ്ടാ? ഇനി എന്ത് ചെയ്യാ? ഷട്ട് ഡൗൺ പോയിന്റ് യൂണിറ്റ്സ് കാണല്ലേ? ഷട്ട് ഡൗൺ പോയിന്റ് ഇൻ യൂണിറ്റ്സ് എങ്ങനെയാ? മുകളിൽ എഴുതിയിട്ടുണ്ട്, ഇനി റിപ്പീറ്റ് ചെയ്യണ്ട. നെറ്റ് അവൈലബിൾ ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 20.
28,000 ഡിവൈഡ് ബൈ സി പെർ യൂണിറ്റ് അവിടെ റൈറ്റ് സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തു എസ് മൈനസ് വി അറിയില്ലല്ലേ പറയേണ്ട ആവശ്യമില്ലല്ലോ 2.5 മാസമായിട്ട് നമ്മൾ ഫിക്സഡ് കോസ്റ്റും കോൺട്രിബ്യൂഷനും ഒക്കെ തന്നെയാണ് ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ 28,000 ഡിവൈഡ് ബൈ 7 അപ്പൊ എത്ര വരും എത്ര കിട്ടുന്നുണ്ട് 4,000 കിട്ടുന്നുണ്ടോ ആ 4,000 യൂണിറ്റ് കൊടുക്കുക എന്തുകൊണ്ടാണ് യൂണിറ്റ് എഴുതാനുള്ള കാരണം നമ്മൾ കണ്ടിട്ടുള്ളത് ഷട്ട് ഡൗൺ പോയിന്റിൽ ഇതിന്റെ മീനിങ് എന്താ 4,000 യൂണിറ്റ് അല്ലെങ്കിൽ അതിന് താഴെയാണെങ്കിൽ നമ്മൾ പൂട്ടണം എന്നാണ് 4,000 യൂണിറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പൂട്ടണം അതിന്റെ മുകളിലാണെങ്കിൽ നമ്മൾ സ്ഥാപനം പൂട്ടാതെ കണ്ടിന്യൂ ചെയ്ത് പോവാം 4,000ക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം ഏറ്റവും നല്ലത് 4,000 ചോട്ടിൽ പോയാൽ പൂട്ടണം എന്നാണ് നിലവിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എത്ര യൂണിറ്റാ 3,000 അല്ലേ എങ്ങനെ മനസ്സിലായി 30% കപ്പാസിറ്റി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണുള്ളൂ അതിന്റെ 16 യൂണിറ്റിന്റെ 30% എന്ന് പറഞ്ഞാൽ എത്ര വരും 3,000 അപ്പൊ നിലവിൽ നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റിനേക്കാൾ താഴെയല്ലേ ഓപ്പറേറ്റ് ചെയ്യണേ അപ്പൊ നമ്മളെ സ്ഥാപനം എന്ത് ചെയ്യണം ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യണം ക്ലോസ് ചെയ്യണം ഇൻ കേസ് എന്താണ് നമ്മളെ ഓപ്പറേറ്റ് ചെയ്യുന്ന കപ്പാസിറ്റി 50% ആയിരുന്നു വിചാരിക്കാം 50-ലാണ് അപ്പൊ 5,000 യൂണിറ്റ് ആയിരുന്നില്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂട്ടേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കണ്ടിന്യൂ ചെയ്യും ഇനി ഇത് ഇപ്പൊ പൂട്ടുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞ് ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും റീഓപ്പൺ ചെയ്യും പ്രശ്നമൊന്നുമില്ല ഇവിടെ മനസ്സിലാക്കേണ്ടത് ഷട്ട് ഡൗൺ പോയിന്റ് 4,000 ഇവിടെ ബ്രേക്ക് ഡൗൺ പോയിന്റ് എത്ര വരിക ബ്രേക്ക് ഡൗൺ പോയിന്റ് എത്ര വരിക എന്താ ബ്രേക്ക് ഡൗൺ പോയിന്റ് കാണുന്ന ഇക്വേഷൻ എന്താ F/C പെർ യൂണിറ്റ് അല്ലേ 60,000 ഡിവൈഡ് ബൈ 7 ചെയ്ത് നോക്ക് 8,500 യൂണിറ്റ് വിറ്റാലുള്ളൂ സ്ഥാപനം പ്രോഫിറ്റും ലോസ് ഇല്ലാതെ രക്ഷപ്പെടുള്ളൂ അല്ലേ 4,000 ആയി കഴിഞ്ഞാല് നമ്മൾ പൂട്ടണ്ടേ ഇപ്പൊ അതിന് ചോട്ടിലല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ എന്താ എഴുതി കൊടുക്കണം ബെറ്റർ ടു ഷട്ട് ഡൗൺ എഴുതി വെക്കണ്ടേ വേണ്ട കുട്ടികളെ എന്നാ കൊടുക്ക് താഴെ നൗ വി ആർ ഓപ്പറേറ്റിംഗ് എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ എത്ര യൂണിറ്റ് 3,000 യൂണിറ്റ്സ് ബ്രാക്കറ്റിൽ 3,000 യൂണിറ്റ്സ് കൊടുത്തോ നൗ വി ആർ ഓപ്പറേറ്റിംഗ് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക ആ 3,000 എങ്ങനെ കിട്ടിയെന്ന് അറിയാത്തവർ 10,000-ന്റെ 30% 30% ഓഫ് 10,000 കാരണം ഇപ്പോ ഒക്കെ അറിയാം പക്ഷെ എക്സാമിനൊന്നും അറിയില്ല 10,000 into 30% അല്ലെങ്കിൽ 30% ഓഫ് 10,000 നൗ വി ആർ ഓപ്പറേറ്റിംഗ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എഴുതിയോ നമ്മൾ പറഞ്ഞത് ബിലോ ദി ഏതിന് താഴെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണേ ബിലോ ദി ഷട്ട് ഡൗൺ പോയിന്റ് ബ്രാക്കറ്റിൽ എത്ര കൊടുക്കുക 4,000 യൂണിറ്റ്സ് കൊടുത്താ സോ ഇറ്റ് ഈസ് ബെറ്റർ ടു shut down its operations temporarily
താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നതാണ് നല്ലത് എന്നല്ല നമ്മൾ പറഞ്ഞ. അപ്പൊ എന്താ നമ്മൾ കണ്ടുപിടിച്ചു കുട്ടികളെ? ഷട്ട് ഡൗൺ പോയിന്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഒരു തീരുമാനം പറഞ്ഞു. എന്താ തീരുമാനം? നമ്മളിപ്പോൾ നിലവിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഷട്ട് ഡൗൺ പോയിന്റിന് താഴെയാണ്. അപ്പൊ എന്ത് ചെയ്യുക? തൽക്കാലമായിട്ട് നിർത്തിവെക്കുക. ഇനി ഈ പറഞ്ഞ കോവിഡ് കേസുകളൊക്കെ കുറയുമ്പോൾ നമ്മുടെ കച്ചവടം കൂടാൻ സാധ്യത ഉണ്ട്. അന്ന് എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്യുക. ക്ലിയർ അല്ലേ? എന്നാ താഴെ അടുത്ത ക്വസ്റ്റ്യൻ കൊടുക്കുക. The following are the details of a company. Number of units producing എന്ന് കൊടുത്താൽ കേട്ടോ. Number of units producing. Number of units producing 10,000. അപ്പോൾ നിലവിൽ നമ്മൾ 10,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കപ്പാസിറ്റി തരേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നേരിട്ട് എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ടോട്ടൽ കപ്പാസിറ്റി വന്നു, ഓപ്പറേറ്റ് ചെയ്യുന്ന കപ്പാസിറ്റി വന്നു. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ കണ്ടുപിടിച്ചു. ഇതിന് നേരിട്ട് വന്നു. ക്ലിയർ അല്ലേ? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് $20. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് $10. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് $1,50,000. അപ്പൊ നിലവിൽ നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 10,000. സെല്ലിംഗ് പ്രൈസ് 20 ആണ്, വേരിയബിൾ കോസ്റ്റ് 10 ആണ്, ഫിക്സ്ഡ് കോസ്റ്റ് 1,50,000 ആണ്. താഴെ കൊടുക്കുക ഡ്യൂ ടു ലാക്ക് ഓഫ് ഡിമാൻഡ്. എന്തില്ലാത്തതുകൊണ്ട്? ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട്. ദ കമ്പനി ഈസ് ഗോയിങ് ടു ഷട്ട് ഡൗൺ ഇറ്റ്സ് ഓപ്പറേഷൻസ് ടെമ്പററിലി. കമ്പനി താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ പോവുകയാണ്. പോയിട്ടില്ല, പോവണം. If they shut down temporarily, fixed cost of rupees 80,000 can be saved. അപ്പൊ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന എത്രയാ? ഇതാണ് എന്ത് കോസ്റ്റ്? അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ്. ഇനിയോ? ആൻഡ് അഡീഷണൽ എക്സ്പെൻസ് ഓഫ് rupees 9,000 will incur
ഫോർ റീ ഓപ്പണിംഗ് ഫോർ റീ ഓപ്പണിംഗ് വിൽ ഇൻകർ ഫോർ റീ ഓപ്പണിംഗ്. എന്താ പറഞ്ഞ 80,000 നമുക്ക് സേവ് ചെയ്യാം. പക്ഷെ അതിനോടൊപ്പം എന്ത് വരാൻ സാധ്യതയുണ്ട്? റീ ഓപ്പൺ ചെയ്യുമ്പോൾ അഡീഷണൽ എക്സ്പെൻസ് എത്ര വരാൻ? 9,000 വരാൻ സാധ്യത ഉണ്ട്. 50,000 കൃത്യമായിട്ട് വരുന്നല്ലോ കേട്ടോ, ഏകദേശം കണക്കൊക്കെ കയറാം. ഇതൊക്കെ ബഡ്ജറ്റിലാണ്. ഫുൾ സ്റ്റോപ്പ്. കാൽക്കുലേറ്റ് എന്താണ് ഷട്ട് ഡൗൺ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ആൻഡ് അഡ്വൈസ് ദം whether the company want to shut down or not. താൽക്കാലികമായിട്ട് നിർത്തി വെക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആദ്യത്തെ പണി എന്താ? ഷട്ട് ഡൗൺ പോയിന്റ് കണ്ടുപിടിക്കല്ലേ? നേരത്തെ എഴുതിയ ഇക്വേഷൻ നേരിട്ടുണ്ട് എഴുതിയാൽ മതി. ഷട്ട് ഡൗൺ പോയിന്റ് ഇൻ യൂണിറ്റ്സ് എന്താ ഇക്വേഷൻ? നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സി പെർ യൂണിറ്റ്. നമുക്ക് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ടോ? എത്രയാ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഫിക്സഡ് കോസ്റ്റ്? എത്രയാ? 80,000. റീ ഓപ്പണിംഗ് കോസ്റ്റ് കുറച്ചാൽ എന്ത് കിട്ടും? നെറ്റ് അവോയ്ഡബിൾ കിട്ടും. അപ്പൊ താഴെ കൊടുക്കുക നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു എത്ര? ഇക്വേഷൻ എഴുതണമെങ്കിൽ എഴുതിച്ചോളി. അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് മൈനസ് റീ ഓപ്പണിംഗ് കോസ്റ്റ്, അല്ലെങ്കിൽ എമൗണ്ട് എഴുതിച്ചാലും മതി. എത്ര? 80,000 മൈനസ് 9,000 എത്ര വരും? അപ്പൊ നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് 71,000 ആണ്, 71,000 ആണ്. ഇനി എന്താ? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണണ്ടേ? കാണണം. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എങ്ങനെ കാണാം? എസ് മൈനസ് വി. എസ് എത്രയാ? 20. വിയോ 10. അപ്പൊ സി എത്ര കിട്ടും? സിയും 10 കിട്ടും. ഇനി ആൻസർ കണ്ടൂടെ? ഷട്ട് ഡൗൺ പോയിന്റ് കണ്ടൂടെ? ഷട്ട് ഡൗൺ പോയിന്റ് എത്രയാ? നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് 71,000 ഡിവൈഡ് ബൈ 10. 71,000 ഡിവൈഡ് ബൈ 10. 7,100 കിട്ടിയ? ഷട്ട് ഡൗൺ പോയിന്റ് കിട്ടിയ? ഷട്ട് ഡൗൺ പോയിന്റ് കിട്ടി 7,100. അതിന് താഴെയാണെങ്കിൽ പൂട്ടണം, അതിന്റെ മുകളിലാണെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം. നിലവിൽ നമ്മൾ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 10,000. 10,000 പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? അപ്പൊ പൂട്ടണോ? വേണ്ട. എന്ത് ചെയ്ത് പോവുക? ഇനി ഡിമാൻഡ് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വന്ന് 10,000-ന് 7,100 താഴെ എന്ത് ചെയ്യാ? കൂട്ടുക. അതാണ് ഏറ്റവും നല്ലത്. ക്ലിയർ അല്ലേ?
ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ്, നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് എങ്കിലും കവർ ചെയ്യാനുള്ള പ്രോഫിറ്റ് കിട്ടിയാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന ചിന്തയാണ്. കാരണം പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുറക്കണം, പിന്നെ അപ്പത്തിന് ആളെ കിട്ടൽ ഒക്കെ ബുദ്ധിമുട്ടാവും. ഇതാകുമ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഓക്കെ അല്ലേ? ഇനി അതിന്റെ ഡിസിഷൻ എഴുതി നോക്കി, ഇന്റർപ്രിട്ടേഷൻ എഴുത്. എന്താ എഴുതണ്ടേ? നൗ വി ആർ ഓപ്പറേറ്റിംഗ്. ഓപ്പറേറ്റിംഗിന്റെ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക? എത്ര യൂണിറ്റാ ഓപ്പറേറ്റ് ചെയ്യണേ? 10,000 above the shutdown point. So it is better to continue. ക്ലിയർ ആയോ? അങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ ചെയ്യൂലേ? ചെയ്യണം, സിമ്പിളാണ്. ഇനി ഈ ഒരു മൊഡ്യൂളിലെ അവസാനത്തെ ഭാഗം നമ്മൾ എത്ര എടുത്തു നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു ചാപ്റ്റർ ആയിട്ടാണ്, ഒരു മൊഡ്യൂളാണ് ഈ കാണുന്നത്. അവസാനത്തെ ഭാഗം ഈ ഭാഗത്ത് നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ വലിയ ചാപ്റ്ററാണ്, ഒക്കെ കുട്ടി വായിക്കണം. ആ 40% ആണ്. ഓക്കെ, എന്നാ നമുക്ക് ലാസ്റ്റ് 3 നമ്മളിപ്പോൾ ആകെ 33 ആൾക്കാരല്ല, ബാക്കിയൊക്കെ മുങ്ങിയ. വേണ്ടാത്തവർക്ക് വേണ്ട, അത്ര നമുക്ക് പറയാൻ പറ്റും. ലാസ്റ്റ് ഏരിയ, acceptance of bulk orders or export orders. ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും പറയാൻ പറ്റും ആർക്കെങ്കിലും? കുറെ ഓർഡർ വരും. പൊതുവെ ആ ഓർഡർ സാധാരണ ആ സെല്ലിംഗ് പ്രൈസിനുള്ള ഓർഡർ ആയിട്ടാവും വരിക. അതായത് ഇപ്പൊ നമ്മൾ സാധാരണ കച്ചവടക്കാർക്ക്, സാധാരണ ആൾക്കാർക്ക് വിൽക്കുന്നത് 10 രൂപയ്ക്കാണ്. ഈ ബൾക്ക് ഓർഡർ വരുമ്പോൾ 10 രൂപയ്ക്ക് തന്നെ അവര് ചോദിക്കുവോ? അല്ലെങ്കിൽ 10 രൂപയ്ക്ക് തന്നെ അവര് തയ്യാറാവോ വാങ്ങിക്കാൻ? ഉണ്ടാവും കുട്ടികളെ. ഞാൻ പറഞ്ഞ ചോദ്യം മനസ്സിലായോ? സാധാരണ ഇപ്പോൾ ഒരു ബിസിനസ് ഇങ്ങനെ ഒരു ഐസ്ക്രീം കച്ചവടം വിചാരിച്ചോ, അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോരുത്തർ വന്ന് അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നുണ്ട്. ഒരു ഐസ്ക്രീമിന് 10 രൂപയാണ്. ഇനി ഒരാൾ വന്നിട്ട് 100 ഐസ്ക്രീം വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ അയാള് എന്താ ആദ്യം ചോദിക്കുക? ഈ 100 എണ്ണം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഒന്നിനെ ഒരു 8 റുപ്യക്കോ 7 റുപ്യക്കോ തരുമോ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കണക്കൊക്കെ കൂട്ടിയിട്ട് പേപ്പറും പേൻ എടുത്തിട്ട് മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഇത് ലാഭമാണ്, അപ്പൊ നമുക്ക് 8 റുപ്യ കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ നമ്മളത് കൊടുക്കും. അങ്ങനല്ലേ ചെയ്യാ? ഇതന്നെയാണ് ചെയ്യുക. സാധാരണ ഇപ്പൊ ഒരു ഐസ്ക്രീം കച്ചവടക്കാരനാണ് എന്ത് ചെയ്യുക? അയാൾക്ക് അത് 6 റുപ്യ കിട്ടിയെങ്കിൽ 7 റുപ്യക്ക് ഇയാൾക്ക് കൊടുത്ത മുതലാവെങ്കിൽ വിൽക്കൂലേ? അവിടെ ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് കണ്ടാൽ അതാണ് വിചാരിച്ചു പോകരുത്. കാരണം അവിടെ ഫിക്സഡ് കോസ്റ്റും സംഗതികളൊക്കെ ഉണ്ട്. അപ്പം അതും കൂടെ ഒക്കെ നോക്കിയിട്ട് വേണമൊരു തീരുമാനം എടുക്കാൻ. പെട്ടെന്ന് അതിൻ്റെ ഒരു കോസ്റ്റും ഇതും വെച്ചിട്ട് കമ്പയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഹിമാലയ ഐസ്ക്രീം കമ്പനി manufactures and sells
directly to consumers 10,000 jars of ice creams. 10,000 ഐസ്ക്രീമിന്റെ ജാറുകൾ വിൽക്കുന്നുണ്ട് പെർ മന്ത്. ഒരു മാസത്തിൽ 10,000 ജാറുകൾ വിൽക്കുന്നുണ്ട്. at rupees of 12.5 per jar. The company's normal production capacity is 20,000 jars per month. Cost structure of present താഴെ കൊടുക്കുക. Cost structure of present 10,000 jars are as follows. ഇതുവരെ പറഞ്ഞ ഒന്ന് മനസ്സിലാക്കിക്കേ. ഹിമാലയ എന്ന് പറയുന്ന ഐസ്ക്രീം കമ്പനി മാസത്തിൽ 10,000 ജാർ ഐസ്ക്രീമുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെല് ചെയ്യുന്നുണ്ട്. ഒരു ജാർ ഐസ്ക്രീമിന് 12.5 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. കമ്പനിക്ക് ഒരു മാസത്തിൽ വേണമെങ്കിൽ 20,000 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നിലവിൽ എത്രണ്ണേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ? ആ 10,000ന്റെ ചെലവ് കണക്കുകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ? അത് എഴുതിയെടുക്കി. ഡയറക്റ്റ് മെറ്റീരിയൽ 10,000. ലേബർ, ഡയറക്റ്റ് ലേബർ 24,750. പവർ എന്നാൽ ഇലക്ട്രിസിറ്റി ചാർജാണ്. നമ്മുടെ ഫാക്ടറിയിൽ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ വരുന്ന പവർ ചാർജ് 1,400. മാനുഫാക്ചറിങ് എക്സ്പെൻസ് 4,300. സോറി, മാനുഫാക്ചറിങ് എക്സ്പെൻസ് അല്ല കേട്ടോ, മിസ്ലേനിയസ് എക്സ്പെൻസ് ആണ്. മിസ്ലേനിയസ് എക്സ്പെൻസ് മറ്റ് വേരിയബിൾ എക്സ്പെൻസുകളാണ് 4,300. താഴെ ജാർസ്. ഇതിന് കുപ്പി വേണ്ടേ? ജാറ് വേണ്ടേ? 6,000 റുപ്യ. ഇത് എത്രണ്ണത്തിന്റെ കണക്കാ? 10,000 യൂണിറ്റ്. താഴെ കൊടുക്കെന്താ? ഫിക്സഡ് എക്സ്പെൻസസ് 79,550. 79,550. ടോട്ടല് 1,26,000.
10 ആൾക്കാരെ കുട്ടികളെ നമ്മളെ ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഗ്രൂപ്പിൽ ആരെങ്കിലും ഒന്ന് അറിയിച്ചോളൂ. നാളെ മുതൽ ഫസ്റ്റും ലാസ്റ്റും അറ്റൻഡൻസ് എടുക്കും. അതിൻ്റെ ആവറേജ് ആയിരിക്കും ഞാൻ രേഖപ്പെടുത്തുക. ഫസ്റ്റും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ എടുക്കും. അപ്പം അതിലില്ലെങ്കിൽ അറ്റൻഡൻസ് നഷ്ടപ്പെടും. കുറേ ആൾക്കാർ മുങ്ങാണ്. നമ്മളിവിടെ കഷ്ടപ്പെട്ടിട്ട് പ്രിപ്പയർ ചെയ്ത് വരിക, നിങ്ങൾ കുറേ ആൾക്കാർ മുങ്ങുക. ആദ്യം അറ്റൻഡൻസ് എടുത്ത് കുറച്ച് ആൾക്കാർ മുങ്ങുക. ആ പരിപാടി ശരിയല്ല. ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടിയിൽ വെച്ചിട്ട് അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. ടോട്ടൽ എത്ര എഴുതിയേ? എത്ര യൂണിറ്റിൻ്റെ? 10,000 യൂണിറ്റിന്. 10,000 യൂണിറ്റിന് ഒരു യൂണിറ്റ് വിറ്റ് എത്ര രൂപ കിട്ടുക എന്ന് പറഞ്ഞേ? 12.5. അപ്പോൾ 10,000 എണ്ണം വിറ്റ് എത്ര റുപ്യ കിട്ടും? ഒന്നിന് 12.5 ആണ്. 10,000 യൂണിറ്റ് വിറ്റാൽ 12.5 × 10,000 1,25,000 അല്ലേ? ഇവിടെ കോസ്റ്റ് എത്ര വരുന്നുണ്ട്? 1,20,000. നിലവിൽ ഒരു 1000 രൂപ ലോസ് അല്ലേ? അത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ 5 മാർക്കിന് വരും, ചിലപ്പോൾ എസ് ആയിട്ടും വരും, 10 മാർക്കിനും വരും. അപ്പം നമുക്ക് സിമ്പിളായിട്ടൊന്ന് ചെയ്യാം, കുറച്ചും കൂടെ വൈഡായിട്ട് വളഞ്ഞ വഴിയിലും ചെയ്യാം. മനസ്സിലായോ? അവിടെയാണ് നമ്മൾ മിടുക്ക്. ഓക്കെ, സിമ്പിളായിട്ടാണെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. ഇനി താഴെ കൊടുക്കുക, ദ കമ്പനി ഹാസ് റിസീവ്ഡ് an offer for the എന്തിനുള്ള എക്സ്പോർട്ട്. ഒരു എക്സ്പോർട്ട് ഓർഡർ കിട്ടി അണ്ടർ എ ഡിഫറൻറ്റ് ബ്രാൻഡ് നെയിം ഓഫ് ഐസ്ക്രീം. ഹിമാലയ എന്നാവൂല, ഓല അതിനെന്ത് ചെയ്യും, പേര് മാറ്റിയിട്ട് വല്ല ചക്രാന്നോ അല്ലെങ്കിൽ അവർക്ക് തോന്നിയ പേരെന്തെങ്കിലുമൊക്കെ ഇടും. നമ്മളായിരുന്നു അവർ കൊണ്ടുപോവുക. ഡിഫറൻറ്റ് ബ്രാൻഡ് നെയിം ഓഫ് ഐസ്ക്രീം അറ്റ് 10,000 jars. അപ്പോൾ അവർ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓഫർ വെച്ചു. നമ്മൾ എന്താണ്, എത്ര എണ്ണം, എത്ര ജാറുകൾ? 10,000 ജാറിൻ്റെ ഓർഡറാണ് കിട്ടിയത്. പെർ മന്ത്, ഒരു മാസത്തിൽ അല്ലേ? എത്ര രൂപയ്ക്ക് അവർ തയ്യാറാണ് മേടിക്കാൻ? 7.5 ജാർ. ഒരു ജാറിന് എത്ര രൂപയായിട്ട്? 12 ഉണ്ടായിരുന്നു, ഇപ്പം എത്രയായി? പുതുതായിട്ടുള്ള ഓർഡറിന് മാത്രം 7.5. 5 രൂപയാണ് കുറഞ്ഞത്. ഒറ്റയടിക്കൊക്കെ ഉണ്ടാകും, നമ്മൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണ്ടെന്നൊക്കെ തോന്നും അല്ലേ? താഴെ കൊടുക്കുക, അഡ്വൈസ് ദ കമ്പനി